നമസ്കാരം, കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. കേരളത്തിലെ കോൺഗ്രസിനെ രണ്ടായി നെടുകെ പിളർത്തിയിരിക്കുകയാണ് മാങ്കൂട്ടത്തിൽ വിഷയം. ഏതാണ്ട് ഒരു 25 വർഷത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ ഒരു 20 വർഷത്തിന് ശേഷമാണ് കേരളത്തിലെ കോൺഗ്രസ് ഇങ്ങനെ രണ്ടായി വിഘടിച്ചു വരുന്നത്. നേരത്തെ കെ കരുണാകരൻ 2005 കോൺഗ്രസ് വിട്ട് DIC ഉണ്ടാക്കിയപ്പോഴാണ് ഇതിനു മുമ്പ് കേരളത്തിലെ കോൺഗ്രസ് കോൺഗ്രസിലെ നേതാക്കൾ ഏറെക്കുറെ നെടുകെ പിളർന്നത്. ഇപ്പോഴിതാ കോൺഗ്രസിനെ നെടുകെ പിളർത്തിയ ഉത്തരവാദിത്തം മറ്റാർക്കുമല്ല, സാക്ഷാൽ രാഹുൽ മാങ്കൂട്ടത്തിലാണ്. രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ കേരളത്തിലെ കോൺഗ്രസിലെ നേതാക്കളെല്ലാവരും രണ്ട് ഭാഗങ്ങളായി പിരിഞ്ഞിരിക്കുകയാണ്. സീനിയർ നേതാവായ രമേശ് ചെന്നിത്തല, പ്രതിപക്ഷ നേതാവായ VD സതീശൻ തുടങ്ങിയവർ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കർശന നടപടി വേണം, അത് ഇനിയും തുടരണമെന്ന് ആവശ്യപ്പെടുന്നവരാണ് അവർ ഒരു ഭാഗത്ത്. അതേസമയം അടൂർ പ്രകാശിനെ പോലുള്ളവരും PC വിശ്വനാഥ്, ചാണ്ടി ഉമ്മൻ തുടങ്ങിയ A ഗ്രൂപ്പ് നേതാക്കളും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇത്ര കടുത്ത നടപടിയൊന്നും വേണ്ടിയിരുന്നില്ലെന്നും ഇപ്പോഴും അദ്ദേഹത്തിനെതിരെ തെളിവുകളോ ആരോപണങ്ങളോ ഇല്ലെന്നും ഉള്ള ആരോപണങ്ങൾ തന്നെ യാതൊരു തെളിവുകളും ഇല്ലാതെ, മുഖം പോലും ഇല്ലാതെ ഉന്നയിച്ച ആരോപണങ്ങളാണെന്നും ഇതുവരെ ഒരു ഇര പോലും രാഹുലിനെതിരെ പരസ്യമായി രംഗത്ത് വരികയോ അദ്ദേഹത്തിനെതിരെ പരാതി കൊടുക്കുകയോ ചെയ്തിട്ടില്ലെന്നും ഒരു FIR പോലും കേരളത്തിലെ ഒരു സ്റ്റേഷനിലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇട്ടിട്ടില്ലെന്നും പിന്നെ എന്തിനാണ് അദ്ദേഹത്തെ ഇങ്ങനെ കുരുതി കൊടുക്കുന്നതെന്നുമാണ് പഴയ A ഗ്രൂപ്പും അടൂർ പ്രകാശിനെ പോലെയുള്ള നേതാക്കളും ചോദിക്കുന്നത്. അതേസമയം KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് ന്യൂട്രൽ അടിച്ച് നിൽക്കുകയാണ്. അദ്ദേഹം രണ്ട് ഭാഗത്തുമില്ല. എന്നാൽ രാഹുലിനെതിരെയുള്ള നടപടി പ്രഖ്യാപിച്ചത് KPCC അധ്യക്ഷനാണ്, കാരണം അതാണ് അതിൻ്റെ ഒരു രീതി. അതേസമയം രമേശ് ചെന്നിത്തല, VD സതീശൻ തുടങ്ങിയ നേതാക്കളാകട്ടെ കടുത്ത നടപടി രാഹുലിനെതിരെ എടുത്തില്ലെങ്കിൽ വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിൻ്റെയും UDFിൻ്റെയും മുഖം വികൃതമാകുമെന്നും ജനങ്ങളെ അഭിമുഖീകരിക്കാൻ കഴിയില്ലെന്നും ജയിക്കുമെന്ന് ഉറപ്പുള്ള സീറ്റുകളിൽ പോലും തോക്കുമെന്നുമാണ് ഇവർ പറയുന്നത്. ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പേരിൽ കോൺഗ്രസ് പാർട്ടി കൃത്യമായി രണ്ടായിരിക്കുകയാണ്. രണ്ട് വിഭാഗത്തും ആളുണ്ട്. രാഹുലിനെതിരെയും രാഹുലിന് അനുകൂലമായിട്ടും കോൺഗ്രസ് പാർട്ടിയിൽ അഭിപ്രായ രൂപീകരണം നടക്കുന്നുണ്ട്. അഭിപ്രായ രൂപീകരണത്തിൽ ആർക്ക് മുൻതൂക്കമെന്ന് ഇപ്പോൾ പറയുക വയ്യ. കാരണം പഴയ A ഗ്രൂപ്പ് കടുത്ത പ്രതിഷേധത്തിലാണ്. പ്രത്യേകിച്ച് VD സതീശനെതിരെയാണ് അവരുടെ ഏറ്റവും വലിയ പ്രതിഷേധം. കാരണം പ്രത്യേകിച്ച് ഒരു ആരോപണവുമില്ലാതെ വെറും പുകമറയ്ക്കുള്ളിൽ നിൽക്കുന്ന ആരോപണങ്ങൾ വന്നപ്പോൾ ഉടൻ തന്നെ സതീശൻ ചാടിക്കേറി രാഹുൽ മാങ്കൂട്ടത്തിനെ തള്ളിയത് ഒരിക്കലും രാഷ്ട്രീയ ധാർമ്മികതയ്ക്ക് നിരക്കുന്നതല്ല എന്ന ഒരു സന്ദേശമാണ് A വിഭാഗം നൽകുന്നത്. പ്രത്യേകിച്ച് T സിദ്ദിഖ്, PC വിശ്വനാഥ്, ചാണ്ടി ഉമ്മൻ തുടങ്ങിയ പഴയ A ഗ്രൂപ്പ് നേതാക്കൾ എല്ലാവരും, ബെന്നി ബെഹനാനെ പോലുള്ള സീനിയർ നേതാക്കളൊക്കെ ഇത്തരത്തിലുള്ളൊരു അഭിപ്രായ പ്രകടനം നടത്തുന്നവരാണ്. VD സതീശൻ കുറച്ചുകൂടെ അവധാനതയോടെ ഈ വിഷയം കൈകാര്യം ചെയ്യണമായിരുന്നുവെന്നും ബലാത്സംഗ കേസിൽ പ്രതികളായ 2 MLA മാർ UDFിൽ തന്നെയുള്ളപ്പോൾ കേവലം മുഖമില്ലാത്ത ആരോപണം മാത്രം ഉയർന്ന രാഹുൽ മാങ്കൂട്ടത്തിനെ ഇങ്ങനെ തള്ളിക്കളയേണ്ടതില്ലായിരുന്നുവെന്നാണ് അവർ പറയുന്നത്. എന്നാൽ ഒരു വിഭാഗം നേതാക്കൾ എന്ന് പറഞ്ഞാൽ പഴയ I വിഭാഗം നേതാക്കൾ, അവർ കൃത്യമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരാണ്. അതിൽ അടൂർ പ്രകാശ് മാത്രമേ അല്പം രാഹുലിനോട് മമത കാണിക്കുന്നുള്ളൂ. ബാക്കി എല്ലാവരും പഴയ I ഗ്രൂപ്പ് നേതാക്കൾ കൃത്യമായി രാഹുലിനെതിരാണ്, ഷാഫിക്കെതിരാണ്. അവർ പറയുന്നത് നടപടിയെടുത്ത് മുന്നോട്ട് പോയില്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ മുഖം നഷ്ടപ്പെടുന്ന അവസ്ഥയുണ്ടാകും, അത് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയെ ഗുരുതരമായി ബാധിക്കുമെന്നാണ്. ഏതായാലും ഈ രാഹുലിൻ്റെ പേരിൽ രണ്ടായി പിരിഞ്ഞു നിൽക്കുന്ന നേതാക്കൾ ഇപ്പോൾ കടുത്ത എതിർപ്പിലും വൈരാഗ്യത്തിലുമാണത്രേ. അവർ കൃത്യമായി ചില കണക്കുകൂട്ടലുകൾ നടത്തുന്നുണ്ട്. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പോടനുബന്ധിച്ച് A ഗ്രൂപ്പ് കൂടുതൽ സീറ്റുകൾ ആവശ്യപ്പെടുമെന്നുള്ള ഒരു സംസാരവും കോൺഗ്രസിനകത്ത് തന്നെ ഉണ്ട്. ഉമ്മൻചാണ്ടിയുടെ പഴയ വിശ്വസ്തരെ മനഃപൂർവ്വം ഒതുക്കാനുള്ള നീക്കമാണ് KC വേണുഗോപാലിൻ്റെയും VD സതീശൻ്റെയും ഭാഗത്തു നിന്നുണ്ടാകുന്നതെന്നും അവർ പരാതി പറയുന്നു. അതിൻ്റെ ഒരു തുടക്കമാണത്രേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ വിഷയത്തിൽ കണ്ടത്. ഏതായാലും കോൺഗ്രസിലെ നേതൃനിര ഇപ്പോൾ കൃത്യമായി രണ്ടായി പിളർന്നിരിക്കുകയാണ്. രാഹുൽ മാങ്കൂട്ടം അനുകൂലികളും രാഹുൽ മാങ്കൂട്ടത്തെ എതിർക്കുന്നവരും. ഏതായാലും ഈ പിളർപ്പ് തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ എങ്ങനെയൊക്കെ കോൺഗ്രസിനെ ദോഷകരമായി ബാധിക്കുമെന്ന് കാത്തിരുന്ന് കാണേണ്ടി വരും.